ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹീതമായ പദ്ധതിയിൽ ഈ ലോകത്തിൽ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ തങ്ങളുടെ പാപത്തെ ഓർത്ത് പരിഹാരം ചെയ്ത് അനുദപിക്കുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് അയച്ചാൻ ദൈവം തീരുമാനിക്കുന്നു. ആ തിരുക്കുമാരൻ പാപലേശമന്യേ ജനിച്ചവനായതുകൊണ്ട്, ദൈവമായതുകൊണ്ട് അവന് പിറക്കാൻ പാപമില്ലാത്ത ഒരു ഉദരം ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി ജനിക്കുമ്പോൾ തന്നെ അവിടുന്ന് അവളെ പാപമില്ലാത്തവളായിട്ട് ജനിപ്പിച്ചു. യോവാക്കീം അന്ന ദമ്പതികളുടെ മകളായി നസ്രത്തിലെ കൊച്ചു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സിനഗോഗിലും പ്രാർത്ഥനാലയങ്ങളിലുമൊക്കെ ദൈവാരാധനയുടെയും സ്തുതിയുടെയും ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളായിട്ടാണ് മറിയം വളർന്നു വന്നത് എന്നാണ് മറിയത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. ഈ യോവാക്കീം അന്ന ദമ്പതികളുടെ മകളെ ദൈവം അനാദിയിലെ തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കേണ്ട ഉദരമായി തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദേവദൂതൻ ഈ നസ്രത്തിലെ ഭവനത്തിൽ വന്ന് മറിയത്തോട് സദ്വാർത്ത അറിയിക്കുക. ഇന്നലെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണല്ലോ. ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയത്തെ തിരഞ്ഞെടുത്തത് മറിയത്തിൻ്റെ യോഗ്യത കൊണ്ടായിരുന്നു. തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കാൻ ഒരു ഉദരത്തെ അവിടുന്ന് ഒരുക്കിയിരുന്നതാണ്. ഗബ്രിയേൽ ദൂതൻ പോയ വഴിക്ക് കണ്ട ആദ്യത്തെ സ്ത്രീയോട് ചോദിച്ചതല്ല ഈ കുഞ്ഞിൻ്റെ ജന്മം ഏറ്റെടുക്കാൻ. ഇത് ദൈവം പദ്ധതി ചെയ്തൊരുക്കിയ വ്യക്തിയുടെ അടുക്കിലേക്ക് തൻ്റെ ദൂതനെ അയക്കുന്നതാണ്. ആ ദൂതൻ മറിയത്തെ തിരഞ്ഞെടുത്തത് മറിയത്തിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ടാണ്. എന്നാൽ തുടർന്നങ്ങോട്ട് ബാല്യകാലം മുതലേ അവൾ പരിശീലിച്ച അവളുടെ പുണ്യവഴികൾ തീർച്ചയായിട്ടും അവളുടെ ദൈവിക തെരഞ്ഞെടുപ്പിന് ഒരു മാനദണ്ഡമായിരുന്നില്ല. എങ്കിൽ കൂടി ദൈവത്തിന് വസിക്കാൻ ഒരുക്കിയിരുന്ന ഹൃദയത്തിൻ്റെ ഒരു ബഹുസ്ഫുരണമായിരുന്നു അവളുടെ എളിമയും ശാന്തതയും ദാസിയുടെ ഭാവം സ്വീകരിക്കാനുള്ള മനോഭാവമല്ല. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ നാം ഇന്ന് ആചരിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ നമ്മൾ അനുസ്മരിക്കുകയാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധ പിതാവ് അമലോത്ഭവയായിട്ട് പ്രഖ്യാപിച്ച ആ പുണ്യ ദിവസം. തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തുയർത്തിയ, പാപലേശമില്ലാതെ ഈ ലോകത്തിൽ ജനിക്കാൻ അവളെ അനുവദിച്ച ആ പുണ്യദിനത്തിൻ്റെ ഓർമ്മ ഇന്ന് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായി നാം ആചരിക്കുന്നു. ഡിസംബർ മാസം 8-ാം തീയതി നമ്മുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഈ ദിവസം ഏറെ സന്തോഷത്തോടെ നമുക്ക് ഈ ദിവസത്തെ ചേർത്ത് പിടിക്കാം. തൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുക. അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് പുതിയ രക്ഷകൻ ജന്മമെടുക്കുന്നു. ഈ രക്ഷകൻ കാലങ്ങൾക്ക് മുമ്പേ ജനിച്ചവൻ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പിതാവുമായുള്ള ഐക്യത്തിൽ പിതാവിനോടൊത്ത് പരിശുദ്ധാത്മാവിനോടൊത്ത് വാണിരുന്ന പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് വചനപ്രഘോഷണത്തിലൂടെ വലിയൊരു ജനതയെ
തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം ഇനി ആരെല്ലാം വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവർക്ക് വേണ്ടി കൂടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് ഈശോ പറഞ്ഞു വെച്ചത്. ആ പ്രാർത്ഥനയുടെ വലിയ പുണ്യം നമ്മുടെ ഹൃദയമാക്കി മാറ്റാൻ, ഹൃദയത്തിൻ്റെ താളമാക്കി മാറ്റാൻ നമുക്കും ആഗ്രഹിക്കാം. ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർക്കുന്ന, ദൈവത്തിന് മുമ്പിൽ ഫിയാത്ത് പറഞ്ഞ മറിയത്തിന് ദൈവം കൊടുത്ത ശാശ്വതമായ സമ്മാനം തിരുക്കുമാരൻ്റെ ജനനമാണ് എങ്കിൽ എളിമയോടെ, വിനയത്തോടെ, പാപങ്ങളെ ഓർത്തുള്ള പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മിലും പ്രവർത്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും. ആ പുണ്യദിനം നമുക്ക് സ്വന്തമാക്കാം. അമലോത്ഭവമാതാവിൻ്റെ തിരുനാൾ മേരി നാമധാരികളായ എല്ലാവരും ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ആശംസിക്കുക. ദൈവം പരിശുദ്ധ അമലോത്ഭവമാതാവിൻ്റെ പ്രാർത്ഥനാ സഹായം വഴി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സംരക്ഷണവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.